പക്ഷേ അല്ല നമ്പ്യാർ കുറച്ച് നേരത്തെ നമ്മുടെ അങ്ങ് തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താണ്, തമിഴ്നാട്ടിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ DMKയും ADMKയും ഉണ്ട്, അവർ രാഷ്ട്രീയമായി പോരടിക്കുന്നു എന്നുണ്ടെങ്കിൽ വികസനത്തിൻ്റെ കാര്യത്തിൽ എല്ലാവരും ഒറ്റക്കെട്ടാണ് എന്നുള്ള കാര്യം. ഇത് തമിഴ്നാട്ടിൽ മാത്രമല്ല. ഇപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, കർണാടകത്തിനകത്ത് ഈ ഭരണകക്ഷിയും പ്രതിപക്ഷവും തമ്മിൽ അടിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ ഒരിക്കലും ബാംഗ്ലൂർ എന്ന് പറയുന്ന ഒരു മഹാനഗരം കെട്ടിപ്പടുക്കപ്പെടുകയില്ലായിരുന്നു. അവിടെ ഒരുമിച്ച് മുമ്പോട്ട് പോയതുകൊണ്ടാണ്. ഇപ്പോൾ ഇൻഡോറിൻ്റെ മാതൃക പറഞ്ഞു, അതുപോലെ തന്നെ പല മാതൃകകളും എടുത്തു നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കക്ഷി രാഷ്ട്രീയം മാറ്റിവെച്ചിട്ട് അവിടെ ഉണ്ടായിരുന്ന ഭരണപക്ഷത്തിനും പ്രതിപക്ഷത്തിനും ഒരുമിച്ച് മുമ്പോട്ട് പോകാൻ സാധിച്ചത് കൊണ്ടാണ് തീർച്ചയായിട്ടും ആ നഗരങ്ങളൊക്കെ ഏറ്റവും മികച്ച നഗരങ്ങളായിട്ട് മാറുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. തിരുവനന്തപുരത്തേക്ക് വരുമ്പോഴും നമുക്കത് പ്രതീക്ഷിക്കാം, അങ്ങനെ സംഭവിക്കുമായിരിക്കും എന്നുള്ള കാര്യത്തിൽ. കേരളത്തിൻ്റെ രാഷ്ട്രീയ പരിതസ്ഥിതി എന്ന് പറയുന്നത്, രാഷ്ട്രീയ സംസ്കാരം എന്ന് പറയുന്നത്, നോക്കുകൂലി സംസ്കാരം ഉൾപ്പെടെയുള്ള വിഷയങ്ങളുള്ള ഒരു സംസ്ഥാനമാണ് നമ്മുടേത്, അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പരിതസ്ഥിതിയാണ് നമ്മുടേത്. അപ്പോൾ തീർച്ചയായിട്ടും അത്തരം പരിതസ്ഥിതിയുള്ള ഒരു സംസ്ഥാനത്തിനെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയമായിട്ട് എത്രത്തോളം നമുക്ക് എല്ലാ വിഷയങ്ങളിലും പിന്തുണ ലഭിക്കും എന്നുള്ള കാര്യത്തെക്കുറിച്ചിട്ട് ഇപ്പോൾ ഞാൻ രഘുചേട്ടൻ എന്ന് വിളിക്കുന്ന ആളാണ്, ശ്രീ രഘുചന്ദ്രൻ നായർ, അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട്, അദ്ദേഹം പ്രകടിപ്പിച്ച ഒരു ആശങ്കയുണ്ട്. ആ ആശങ്ക അവിടെ ഇരുന്നോളട്ടെ, കുഴപ്പമില്ല. കാരണം രാഷ്ട്രീയമായിട്ട് തന്നെ നമുക്കതിനെ പ്രതിരോധിക്കേണ്ടി വരും. കാരണം വികസനം നടപ്പിലാക്കുവാൻ വേണ്ടിയിട്ട് നമുക്ക് അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് കൂടി പോകേണ്ടി വരും എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് ചെയ്യുക എന്നല്ലാതെ മറ്റു മാർഗ്ഗങ്ങളില്ലല്ലോ. പിന്നെ തിരുവനന്തപുരത്തിൻ്റെ വികസനം ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ സാറ്റലൈറ്റ് സിറ്റികൾ വരുന്നു. ഈ സാറ്റലൈറ്റ് സിറ്റികൾ നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടേണ്ടതുണ്ട്. ഇതൊക്കെ എത്രയോ കാലങ്ങൾക്ക് മുമ്പേ സംഭവിക്കേണ്ടതാണ്. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞു വെച്ചത്. നമ്മൾ നമ്പർ 1 സംസ്ഥാനമാണ് എന്ന് പറയുമ്പോൾ നമ്പർ 1 സംസ്ഥാനമാണെന്ന് പറയുമ്പോൾ നമ്പർ 1 തലസ്ഥാനവും നമ്മൾ തന്നെ ആയിരിക്കണം. ഈ നമ്പർ 1 തലസ്ഥാനത്തിന് ഇന്നും തലസ്ഥാനത്തിനപ്പുറത്തേക്ക് ഒരു സബർബൻ മേഖല സൃഷ്ടിക്കുവാൻ ഈ കഴിഞ്ഞ 70 വർഷമായിട്ടും സാധിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അത് ആരുടെ പരാജയമായിരുന്നു എന്നുള്ളതിനെ കുറിച്ചിട്ട് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ടല്ലോ. ഇനി നമ്മൾ സാറ്റലൈറ്റ് സിറ്റികൾ നമ്മളിപ്പോൾ സൃഷ്ടിക്കുവാൻ വേണ്ടിയിട്ട് പോവുകയാണ്. തീർച്ചയായിട്ടും നമ്മളത് പോകുന്ന സമയത്ത് അവിടെ ഉണ്ടാകാൻ പോകുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണ്, നമ്മൾ ഒരു കാഴ്ചപ്പാടുമില്ലാതെ തലതിരിഞ്ഞ രീതിയിൽ തോന്നിയവാസം പോലെ പണിഞ്ഞു വയ്ക്കുന്ന കണക്ടിവിറ്റികളാണ്. ഇപ്പോൾ റോഡ് വീതി കൂട്ടി എന്ന് പറഞ്ഞ് കയ്യടി നേടാനും വോട്ടിനും വേണ്ടിയിട്ട് തെരഞ്ഞെടുപ്പിന് 3 മാസവും 4 മാസവും ഉള്ള സമയത്ത് തിരക്കിട്ട് കല്ലിടുന്നു, റോഡുകളുടെ വീതി കൂട്ടുന്നു, ആൾക്കാർക്ക് പുറത്തിറങ്ങി നടക്കാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടാകുന്നു. നമ്മളിപ്പോൾ ഒന്നിറങ്ങി നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ വഴയില മുതൽ നെടുമങ്ങാട് വരെയുള്ള ആ ഒരു റോഡിൻ്റെ വീതി കൂട്ടൽ നടക്കുകയാണ്. ദിവസവും അപകടമാണ്. അശാസ്ത്രീയമായിട്ടാണ് ആ റോഡ് പണിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പുറത്ത് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ വെഞ്ഞാറമ്മൂട് ഒരു ബൈപ്പാസ്, ഒരു ഫ്ലൈ ഓവർ പണിയാനുള്ള ശ്രമമാണ്. തിരുവനന്തപുരത്ത് തന്നെ ഈഞ്ചക്കലേക്ക് വന്നു കഴിഞ്ഞാൽ ആ ഫ്ലൈ ഓവർ പണിഞ്ഞ് വീണ്ടും രണ്ടാമതും പണിയേണ്ടുന്ന സാഹചര്യം രാഷ്ട്രീയമായിട്ടുണ്ടാക്കി വെച്ച പ്രശ്നമാണ്. അപ്പോൾ ഇത് ഒരു കാഴ്ചപ്പാടില്ലാതെയാണ് ഇത്തരം സാധനങ്ങളെ മുഴുവൻ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പള്ളിപ്പുറം എന്ന് പറയുന്ന ഒരൊറ്റ ജംഗ്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ, നിങ്ങൾ പള്ളിപ്പുറം ഭാഗത്തേക്ക് മാത്രം വന്നു കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ചോളൂ, ഒരു കാഴ്ചപ്പാടില്ലാതെയാണ് അവിടെ കാര്യം ചെയ്തിരിക്കുന്നത്. കാരണം എത്രയോ ജനങ്ങൾ താമസിക്കുന്നതാണ് തോന്നൽ ദേവി ക്ഷേത്രവും അതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന പ്രദേശങ്ങൾ മുഴുവനും. ആ പ്രദേശത്തിനെ, ആ മണ്ഡലത്തിൻ്റെ തന്നെ മറ്റു ഭാഗത്തേക്ക് ദിവസവും നൂറുകണക്കിന് ആയിരക്കണക്കിന് ആൾക്കാരാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത്. പക്ഷെ അവിടെ ഒരു കൃത്യമായ ഒരു അണ്ടർപാസ് ഉണ്ടാക്കാനോ അതിനൊരു സംവിധാനം ഉണ്ടാക്കുവാനോ സാധിച്ചില്ല. ഒരു തരത്തിലുള്ള കാഴ്ചപ്പാട്. അപ്പോൾ കണക്ടിവിറ്റി എന്ന് പറയുന്നത് റോഡുകളുണ്ടോ? ഉണ്ട്. റോഡുകൾക്ക് വീതിയുണ്ടോ? അവിടെ ഉണ്ട്, അവിടെ ഇല്ല. ഇത് എവിടെയാണ് ഇതിനൊക്കെ സംവിധാനങ്ങൾ എന്നുള്ളതിനെ കുറിച്ചിട്ട് യാതൊരു കാഴ്ചപ്പാടുമില്ല. അതായത് എല്ലാ നഗരങ്ങളും, ലോകത്തിലെ എല്ലാ നഗരങ്ങളും വികസിക്കപ്പെടുന്നത് 50 വർഷം 100 വർഷം കഴിയുമ്പോൾ ആ നഗരത്തിൻ്റെ വികസനം കൃത്യമായി ഒരു സിമ്മട്രിക് ആയിട്ട്, അല്ലെങ്കിൽ ഒരു പ്രൊപ്പോർഷനേറ്റ്ലി അത് മുമ്പോട്ട് പോകണം എന്നുള്ള തലത്തിലായിരിക്കും. പക്ഷെ തിരുവനന്തപുരത്ത്, കേരളത്തിൽ ആകമാനം ആ പ്രശ്നമുണ്ടെങ്കിലും നമ്മൾ തിരുവനന്തപുരത്തിൻ്റെ വിഷയം ചർച്ച ചെയ്യുന്നുകൊണ്ട് പറഞ്ഞതാണ്. തിരുവനന്തപുരത്തിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കുറച്ചുണ്ട്, ഇവിടെ കുറച്ചുണ്ട്, ഇപ്പുറത്ത് കുറച്ചുണ്ട്, ഇടയ്ക്ക് കുറച്ചൊന്നും ഇല്ല. അപ്പോൾ ഇത് ഒന്ന് ക്ലിയർ ചെയ്ത് ഇതൊന്ന് അലൈൻ ചെയ്തെടുക്കാൻ തന്നെ നമുക്ക് എത്ര കാലം വേണ്ടി വരും എന്നുള്ള കാര്യത്തെക്കുറിച്ചിട്ട് വലിയ ആശങ്കയാണ്. ഇപ്പോൾ രഘുചേട്ടൻ പറഞ്ഞതുപോലെ തന്നെ പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളും അനാവശ്യമായിട്ടാണ് സിറ്റിയുടെ ഹൃദയഭാഗം കവർന്നുകൊണ്ട് അവിടെ ഇരിക്കുന്നത്. ഇതിനെയൊക്കെ മാറ്റി മറ്റൊരു ഭാഗത്തേക്ക് കൊണ്ടുപോവുക എന്നുള്ള കാര്യം എത്രയോ കാലങ്ങൾക്ക് മുമ്പ് ഭരണാധികാരികൾ ചിന്തിക്കേണ്ടുന്ന കാര്യമായിരുന്നു. പക്ഷെ അങ്ങനെ ഒന്നും തന്നെ ചിന്തിച്ചിട്ടില്ല. കാരണം ഇത് റോഡിൽ കുഴിയടയ്ക്കുക എന്ന് പറയുന്നതിൻ്റെ അപ്പുറത്തേക്കുള്ള യാതൊരു വികസന കാഴ്ചപ്പാടും ആർക്കും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. റോഡിൽ കുഴി അടയ്ക്കുന്നത് മാത്രമാണ് നാട്ടിലെ വികസനം എന്നുള്ള തരത്തിലാണ് പലപ്പോഴും നമ്മുടെ തലസ്ഥാനം ഭരിച്ചിരുന്ന ആൾക്കാർ പെരുമാറിയിട്ടുള്ളത്. അതിനപ്പുറത്തേക്ക് അവർ
അവർക്കൊരു കാഴ്ചപ്പാടില്ല. കാഴ്ചപ്പാടുണ്ട് എന്നുണ്ടെങ്കിൽ മാത്രമല്ലേ നോക്കൂ 10 വർഷം കഴിയുമ്പോൾ നമ്മുടെ നഗരം ഇങ്ങനെ ആയിരിക്കണം, ഒരു മെട്രോ വരുന്ന സമയത്ത് ഇങ്ങനെ ആയിരിക്കണം അതിൻ്റെ സംവിധാനങ്ങൾ ഉണ്ടാകേണ്ടുന്നത്. ഇത് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നാളെ മെട്രോ വരുന്ന സമയത്ത് ഒരു പ്രശ്നം ഉണ്ടാവും. അല്ല എന്നുണ്ടെങ്കിൽ വലിയൊരു വൻകിട പ്രോജക്റ്റുകൾ കൊണ്ടുവരുന്ന സമയത്ത് നമുക്ക് പ്രശ്നം ഉണ്ടാവും. ഇപ്പോൾ വിഴിഞ്ഞം തുറമുഖം വന്നു, നമ്മളൊരു തുറമുഖ നഗരമായിട്ട് മാറാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അതിന് ശേഷം മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇപ്പോൾ ഈ പറയുന്ന റോഡ് കണക്ടിവിറ്റി ഇത്തരം കാര്യങ്ങളെക്കുറിച്ചിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും നടക്കുന്നത്. വിഴിഞ്ഞം എന്ന് പറയുന്ന ഒരു സാധ്യത അവിടെ ഉണ്ടെന്നും അത് എന്നെങ്കിലും ഓണാകുമെന്നും, അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നമ്മൾ അതിന് മുൻകൂട്ടി കണ്ട് ഈ നഗരത്തിനെ ഒരുക്കണം എന്നുമുള്ള കാഴ്ചപ്പാടോടുകൂടി ഭരിക്കുവാൻ വേണ്ടുന്ന ഒരു സംവിധാനം ഇവിടെ ഉണ്ടായിരുന്നിട്ടില്ല. പകരം തിരഞ്ഞെടുപ്പാകുന്ന സമയത്ത് ആൾക്കാരുടെ അടുത്ത് പോകുന്നു, പ്രാദേശികമായ എന്തെങ്കിലുമൊക്കെ വിഷയങ്ങൾ പറയുന്നു, അവരെ തൽക്കാലത്തേക്ക് പറഞ്ഞു പറ്റിക്കുന്നു, വോട്ട് മേടിക്കുന്നു, ജയിക്കുന്നു, 5 വർഷം തോന്നിവാസങ്ങൾ. ഇപ്പോൾ തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഈ സ്മാർട്ട് സിറ്റി പദ്ധതി വന്നില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഇപ്പോൾ തിരുവനന്തപുരം നഗരത്തിൻ്റെ മുഖച്ഛായ കുറേയെങ്കിലും മാറി നിൽക്കുന്നത് സ്മാർട്ട് സിറ്റി പദ്ധതി വരികയും അതിനനുസരിച്ചിട്ട് കുറച്ച് വളരെ ഭംഗിയായിട്ട് തിരുവനന്തപുരം നഗരത്തിനെ മാറ്റാൻ സാധിച്ചുകൊണ്ടാണ് കുറച്ചെങ്കിലും അതിനകത്തൊരു മാറ്റം എന്ന് പറയുന്ന ഒരു സാധനം നമുക്ക് ഫീൽ ചെയ്യുന്നത്. അത് ഇല്ലായിരുന്നെങ്കിലോ ഇന്നും നമ്മൾ എന്തായിരുന്നതിന് അവസ്ഥ എന്നുള്ള കാര്യത്തെക്കുറിച്ചിട്ട് നമ്മൾ ചിന്തിച്ചു നോക്കണം. അപ്പോൾ കാഴ്ചപ്പാടോടുകൂടി ഒരു വിഷയത്തിൽ ഇടപെടുവാനോ ആ വിഷയത്തിനെ മറികടക്കുവാനോ വേണ്ടി സാധിച്ചിട്ടില്ല. പകരം ഇന്നും നമ്മൾ തിരുവനന്തപുരം നഗരത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ വെള്ളപ്പൊക്കം എങ്ങനെ ഒഴിവാക്കാം, മാലിന്യം എങ്ങനെ നിർമ്മാർജ്ജനം ചെയ്യാം എന്നുള്ള ഏറ്റവും അടിസ്ഥാന വിഷയത്തെക്കുറിച്ചിട്ടാണ് 2026 നമ്മൾ തിരഞ്ഞെടുപ്പ് നേരിടാൻ പോകുന്ന സമയത്ത് ചർച്ച ചെയ്യേണ്ടി വരുന്നത് എന്ന് പറയുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാകും എന്തായിരുന്നു പ്രശ്നം, എവിടെയായിരുന്നു പ്രശ്നം, എന്താണ് മാറേണ്ടത് എന്നുള്ള കാര്യം.